സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മോഡ്യൂൾ 5 ആൻഡ് 6 ഡിസംബർ 2019 വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഇപ്പോൾ ഇതിനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കുന്നില്ല. പുതിയതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സ്കീം മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7A വന്നിട്ട് 6 ട്രാൻസിസ്റ്റർ CMOS SRAM സെൽ. സോ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ഡിസംബർ 2020 വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു. സോ നെക്സ്റ്റ് വരുന്നത് 7B പാർട്ട് ക്വസ്റ്റ്യൻ, അതായത് ഇംപ്ലിമെൻറ്റ് എ ഫുൾ ആഡർ യൂസിങ് കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിക് CMOS ലോജിക്, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദി സർക്യൂട്ട്. സോ അപ്പോൾ അതിൽ 7B ക്വസ്റ്റ്യനിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെയും ചോദിക്കാം, അല്ലാതെ വേറൊരു രീതിയിൽ ഒരു ഏപ്രിൽ 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഫുൾ ആഡർ വിത്ത് നോട്ട് മോർ ദാൻ 28 ട്രാൻസിസ്റ്റേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് CMOS ലോജിക്, അങ്ങനെയും ചോദിക്കാം. സോ 10 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രത്തിന് 7 മാർക്കും, ദെൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ മെറിറ്റ്സിനും ഡിമെറിറ്റ്സിനും കൂടെ ചേർത്ത് 3 മാർക്സ്. ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ ആ 28 ട്രാൻസിസ്റ്റർ സ്റ്റാറ്റിക് CMOS ലോജിക് വെച്ചിട്ട് ഫുൾ ആഡർ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം എഴുതുമ്പോഴത്തേനും നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആ ഫുൾ ആഡർ ബൈനറി ആഡറിൻ്റെ ഒരു ലോജിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളൊരു ഫുൾ ആഡർ സർക്യൂട്ടിൽ കൊടുക്കുന്ന ഇൻപുട്ട്സ് ഏതൊക്കെയാണ്, A, B എന്ന് പറയുന്ന 2 ഇൻപുട്ട്സ്, ദെൻ പ്രീവിയസ് ക്യാരി C എന്ന് പറയുന്ന മൂന്നാമത്തെ ഇൻപുട്ട്, ദെൻ ഔട്ട് എന്ന് പറയുന്നത് ഒരു സം ഔട്ട്പുട്ടും ദെൻ ഒരു ക്യാരി ഔട്ട്പുട്ടും. സോ ഈ ഒരു ലോജിക് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ഓക്കെ, ലോജിക് ഡയഗ്രാം ദെൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ദെൻ പിന്നെ വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമ്മിൻ്റെയും ക്യാരി ഔട്ട്പുട്ടിൻ്റെയും എക്സ്പ്രഷൻസ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒന്നുകിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം, എഴുതാം, അല്ലെങ്കിൽ K-മാപ്പ് യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത്രയും സമയം കുറച്ച് വെക്കാം, കാരണം നമുക്ക് ആ 28 ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ട് ആ സർക്യൂട്ട് ഫിഗറൊക്കെ വരയ്ക്കാനായിട്ട് കുറച്ച് സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ K-മാപ്പ് ഒന്നും എടുത്ത് വരയ്ക്കണം എന്നൊന്നും ഇല്ല, ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് കാണാതെ പഠിച്ചാൽ മതി. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിഗർ, അതായത് ആ സ്റ്റാറ്റിക് CMOS ലോജിക്കിൽ മാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഇക്വേഷൻസ് വേണം എഴുതാനായിട്ട്. ഓക്കെ, സോ സർക്യൂട്ടിൽ ഫുൾ ആഡർ ലോജിക് ഡയഗ്രാം വെക്കുക, ട്രൂത്ത് ടേബിൾ എഴുതുക, ദെൻ ഇക്വേഷൻസ് വരയ്ക്കുക, ദെൻ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കുക. സോ ഇത്രയുമാണ് സർക്യൂട്ട് ഡയഗ്രത്തിൽ 7 മാർക്സിൽ വരുന്നത്. ദെൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതായത് ഇത്രയും ട്രാൻസിസ്റ്റർ വരുമ്പോഴത്തേന് ഹാർഡ്വെയർ കൂടുതലായിരിക്കും. ദെൻ ട്രൂ ലോജിക് എടുക്കാനായിട്ട് നമ്മൾ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സോ അതിന് എക്സ്ട്രാ ഡിലേ വരും എന്നൊക്കെയുള്ള മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കൂടി എഴുതുമ്പോഴത്തേനും 3 മാർക്സ് കിട്ടും. സോ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 8A പാർട്ട് എന്ന് പറയുന്നത് FPGA ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളുടെ മോഡ്യൂൾ 5th വരുന്ന ലാസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ് FPGA സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് FPGAയിൽ ചോദിച്ചേക്കുന്നത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് FPGA, ലിസ്റ്റ് 4 ആപ്ലിക്കേഷൻസ്. ഇതാണ് 10 മാർക്കിന് ചോദിച്ചേക്കുന്നത്. സോ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 10 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡയഗ്രത്തിന്, അതായത് ആ FPGAയുടെ ആർക്കിടെക്ചർ നമ്മളൊരു 3 രീതിയിലാണ് ആർക്കിടെക്ചർ പഠിക്കുന്നത്. പ്രോഗ്രാം ലോജിക് ആർക്കിടെക്ചർ, പ്രോഗ്രാം റൂട്ടിംഗ് ആർക്കിടെക്ചർ, ദെൻ പിന്നെന്താണ് എക്സ്റ്റേണൽ പിൻസ് എന്നുള്ള രീതിക്ക് 3 സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഡയഗ്രത്തിന് 5 മാർക്ക് ഉണ്ടാവും. ദെൻ എക്സ്പ്ലനേഷൻ, സോ എക്സ്പ്ലനേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ സ്ട്രക്ചേഴ്സിന് എന്തിനാണ് ആ റൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ആ ലോജിക് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്, ലോജിക് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്, അതായത് കണക്ഷൻ ബോക്സസ് പറയുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ യൂസസ് അല്ലെങ്കിൽ അതൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ദെൻ ആപ്ലിക്കേഷൻ, FPGA ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന് എന്തുണ്ട്, അതിന് 2 മാർക്ക്. ഇങ്ങനെയാണ് FPGAയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. സോ ഇവിടെ FPGA എന്ന് പറയുന്നത് മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് പഠിക്കുക. ദെൻ പിന്നെ വരുന്ന 8B പാർട്ട് വിത്ത് ബ്ലോക്ക് ഡയഗ്രാം ഇലസ്ട്രേറ്റ് ദ ബിഹേവിയർ ഓഫ് ലീനിയർ ക്യാരി സെലക്ട് ആഡർ ആൻഡ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
സോ ഇതിനകത്ത് നിങ്ങൾക്ക് ലീനിയർ ക്യാരി സെലക്ട് ആഡറിൻ്റെ ലോജിക് ഡയഗ്രവും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അതേപോലെ അതിൻ്റെ ഡിലേ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്, സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒരുമിച്ച് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ ക്യാരി സെലക്ട് പ്ലസ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5+5 മാർക്സ് ആണ്. അതായത് 5 മാർക്ക് ലീനിയർ ക്യാരി സെലക്ടറിനും 5 മാർക്ക് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ടറിനും. അപ്പോൾ അതിൽ ഓരോ 5 മാർക്കും എന്ന് പറയുന്നത് 3 മാർക്സ് 3 മാർക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗ്രത്തിനാണ്. അതായത് നമ്മൾ അതിൻ്റെ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രം ഉണ്ട്. ഓക്കെ, സോ 3 മാർക്ക് ലോജിക്കൽ ഡയഗ്രത്തിനും ദെൻ പിന്നെ വരുന്ന 2 മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതുമ്പോഴത്തേനും എന്തുകൂടെ ഇൻക്ലൂഡ് ചെയ്യണം, അതിൻ്റെ ഡിലേ ഇക്വേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മൾ ലീനിയർ ക്യാരി സെലക്ട് ആഡറിലാണെങ്കിൽ ഡിലേ പ്രൊപ്പോർഷണൽ ടു n എന്നും സ്ക്വയർ റൂട്ടിലാണെങ്കിൽ ഡിലേ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിലേ ഇക്വേഷനും കൂടി എന്തിൽ ഇൻക്ലൂഡ് ചെയ്യണം, എക്സ്പ്ലനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇങ്ങനെ 5+5 എന്നുള്ള രീതിക്കായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ദെൻ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9A പാർട്ട് സെൻസ് ആംപ്ലിഫയേഴ്സിൻ്റെ. അപ്പോൾ സെൻസ് ആംപ്ലിഫയറിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചോദിക്കുന്ന ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസിങ് ആംപ്ലിഫയർ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ആ 10 മാർക്സ് എന്നുള്ള രീതിക്ക് തന്നെ പഠിക്കുക. ദെൻ പിന്നെ വരുന്ന 9B പാർട്ട് എന്ന് പറയുന്നത് ഷോ ദ കൺവേർഷൻ ഓഫ് എ റിപ്പിൾ ക്യാരി ആഡർ ഇൻറ്റു ക്യാരി ബൈപ്പാസ് ആഡർ, ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ 16-bit ക്യാരി ബൈപ്പാസ് ആഡർ ആൻഡ് ഷോ ദ വേർസ്റ്റ് കേസ് ഡിലേ പാത്ത്. സോ അപ്പോൾ ഇത് ഓൾറെഡി ഇതും ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പിൾ ക്യാരി ആഡറിനെ ക്യാരി ബൈപ്പാസ് ആഡറായിട്ടുള്ള കൺവേർഷൻ. സോ കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഇതിനകത്ത് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്, സോ 9B പാർട്ടിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് നമ്മൾ കൺവേർഷന് 3 മാർക്സ് ഉണ്ട്. അപ്പോൾ ഈ 3 മാർക്സ് കൺവേർഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ റിപ്പിൾ ക്യാരി ആഡറിനെ ക്യാരി ബൈപ്പാസ് ആക്കുന്നു. സോ റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോർമൽ ആഡർ സ്റ്റേജ് ആണ് അല്ലേ. നോർമൽ റിപ്പിൾ ക്യാരി ആഡർ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ്. ഓരോ റിപ്പിൾ ക്യാരി ഓരോ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യും, ക്യാരി ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഫൈനൽ സ്റ്റേജ് വരയ്ക്കും റിപ്പിൾ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതിന് റിപ്പിൾ ക്യാരി ആഡറിനായിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു സ്ട്രക്ചർ പഠിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ആ റിപ്പിൾ ക്യാരി ആഡറിൽ എങ്ങനെയാണ് ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്പിൾ ചെയ്ത് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതിൻ്റെ കൺവേർഷനിൽ മാർക്ക് കിട്ടുന്നത് ക്യാരി ബൈപ്പാസ് ആഡറിൻ്റെ ലോജിക് ഡയഗ്രത്തിലാണ്. ആ ലോജിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ആഡിങ് എ ബൈപ്പാസ് പാത്ത് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് മക്സും ബൈപ്പാസ് പാത്തും ആഡ് ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, ക്യാരി ബൈപ്പാസ് ആഡറായിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ലോജിക് ഡയഗ്രാം വരച്ചിട്ട് അങ്ങനെ ഒരു ക്യാരി ബൈപ്പാസ് പാത്ത് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും ആ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് 3 മാർക്സും കിട്ടും. ദെൻ പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ബാക്കി ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-bit ക്യാരി ബൈപ്പാസ് ആഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ മിക്കവാറും ഉള്ള ആഡേഴ്സ് പഠിക്കുമ്പോഴും അതിൻ്റെ 16-bit കോൺഫിഗറേഷൻ കൂടെ നമ്മൾ ചേർത്താണ് പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി തന്നെ ചോദിച്ചിട്ടുണ്ട് 16-bit ക്യാരി ബൈപ്പാസ് ആഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വേണമെന്ന്. അപ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ജസ്റ്റ് ആ ഡയഗ്രത്തിന് മാത്രമാണ് 5 മാർക്സ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ ആ 5 മാർക്സിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യാനുള്ളത് വേർസ്റ്റ് കേസ് ഡിലേ പാത്ത്. വേർസ്റ്റ് കേസ് ഡിലേ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ബ്ലോക്ക് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗ്രേ കളറിൽ ഷെയ്ഡഡ് പോർഷൻ കാണും. ഓക്കെ, എല്ലാത്തിലും ഇല്ല. ഓരോ ബ്ലോക്ക് എടുക്കുമ്പോഴത്തേന് ഏതെങ്കിലുമൊക്കെ ബ്ലോക്ക് ഗ്രേ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഷെയ്ഡഡ് പോർഷനാണ് വേർസ്റ്റ് കേസ് ഡിലേയുടെ പാത്ത്. അതായത് ആ ഒരു ആഡർ സർക്യൂട്ടിൽ ഉണ്ടാകാവുന്ന മാക്സിമം ഡിലേ ആണ് നമ്മൾ ഗ്രേ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയ്ഡ് കൂടെ കൊടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പോൾ അതും ഇവിടെ ഡീഫോൾട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഷോ ദ വേർസ്റ്റ് കേസ് ഡിലേ പാത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേർസ്റ്റ് കേസ് ഡിലേ പാത്ത് ഷെയ്ഡ് ചെയ്യുന്നതിനും ദെൻ അതിൻ്റെ ഡിലേ ഇക്വേഷൻ എഴുതുന്നതിനും കൂടെ ചേർത്തിട്ടാണ് ബാക്കിയുള്ള 2 മാർക്ക് പോകുന്നത്.
ഓക്കെ, സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ 5 മാർക്ക് കിട്ടും. അതിൻ്റെ കൂടെ ആ ഗ്രേ കളർ ഷെയ്ഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ 2 മാർക്കിൽ 1 മാർക്ക് അങ്ങോട്ട് പോവും. ദെൻ ബാക്കിയുള്ള 1 മാർക്ക് എന്തിന് വരും, ഡിലേ ഇക്വേഷൻസിന് വരും. അപ്പോൾ ഇതിവിടെ ഈ ഒരു 16 ബിറ്റ് ക്യാരി ബൈപ്പാസ് ആഡറിന് മാത്രമല്ല, ഏതൊരു ആഡർ സർക്യൂട്ട് നിങ്ങൾ വരച്ചാലും ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഗ്രേ കളർ ഷെയ്ഡിങ് കാണും. അപ്പോൾ എപ്പോഴും വേഴ്സ്റ്റ് കേസ് പാത്ത് കൂടെ ഷെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് പാത്തും കൂടി വരത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസംബർ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ 60 CMOS RAM സെല്ലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെയ് 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലും നിങ്ങൾ പാർട്ട് സി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 7A പാർട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ഓഫ് എ 60 CMOS SRAM സെൽ. അപ്പോൾ അറിയാം 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി 3ലും എന്ത് ചോദിച്ചിട്ടുണ്ട്, 6 ട്രാൻസിസ്റ്റർ CMOS SRAM സെൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബി പാർട്ട് എന്ന് പറയുന്നത് FPGA ആർക്കിടെക്ചർ. സോ ഇതിൽ ക്വസ്റ്റ്യനിൽ വ്യത്യാസം എന്താ, വാട്ട് ഇസ് FPGA. ഇപ്പോൾ വാട്ട് ഇസ് FPGA എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു FPGAയുടെ ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മൾ PLD പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ FPGA കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു PLD എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് അതിൽ ഒരു കോംപ്ലക്സ് PLD ആണ് FPGA എന്ന് ജസ്റ്റ് ഒരു 1 ലൈൻ അല്ലെങ്കിൽ 1 or 2 ലൈൻസിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് പിന്നെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ 3 ടൈപ്പ് ഓഫ് ലോജിക് സ്ട്രക്ചർ, റൂട്ടിംഗ് സ്ട്രക്ചർ, ദെൻ അതൊക്കെ വരയ്ക്കുക. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇത്ര എഴുതുമ്പോഴത്തേനും 10 മാർക്സ് കിട്ടും. സോ ഈ FPGAയുടെ ഒക്കെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് ആ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് 8th A പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു 4x4 NOR ബേസ്ഡ് റോം സെല്ലിൻ്റെ അറേ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഡിസംബർ 2020 സപ്ലിമെൻ്ററിയിൽ സെപ്റ്റംബർ 2020 സപ്ലിമെൻ്ററി ക്വസ്റ്റ്യനിൽ നമുക്ക് നാൻഡ് ബേസ്ഡ് സെല്ലർ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എന്താണ് 4 ബിറ്റ് വേർഡ്സ് തന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അതായത് ജസ്റ്റ് ഒരു 4x4 NOR ബേസ്ഡ് സെൽ അല്ലെങ്കിൽ ഒരു OR ബേസ്ഡ് സെൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ലോജിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വേർഡ് ലൈനിൽ അതായത് ബിറ്റ് ലൈനിൻ്റെ ഡീഫോൾട്ട് സ്റ്റാറ്റസ് എന്താണ്, VDDയിലേക്കാണോ ഗ്രൗണ്ടിലേക്കാണോ കണക്ട് ചെയ്തേക്കുന്നത്, നമ്മൾ വേർഡ് ലൈനിൽ കൊടുക്കുമ്പോഴത്തേനും അത് എപ്പോഴാണ് ഹൈ ആകുന്നത്, എപ്പോഴാണ് ലോ ആകുന്നത്, എന്ത് ഔട്ട്പുട്ടാണ് റീഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതാണ് ആ NOR ബേസ്ഡ് സെൽ അല്ലെങ്കിൽ OR ബേസ്ഡ് സെല്ലിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോജിക് എക്സ്പ്ലനേഷന് 5 മാർക്സ് കിട്ടും. ദെൻ ഇവിടെ ഡയറക്റ്റ്ലി അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു 4x4 NOR റോം സെൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക. എങ്ങനെയെന്നറിയോ, നിങ്ങളൊരു സ്വന്തമായിട്ടൊരു എക്സാമ്പിൾ എടുക്കുക. ഓക്കെ, ഒരു 4 ബിറ്റുള്ള 4 വേർഡ്സ് എടുത്തിട്ട് അതിനെ NOR ലോജിക്കിൽ, ഇപ്പോൾ നമ്മൾ 1-2 പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് തന്നെ നിങ്ങൾ കാണാതെ പഠിക്കുമെങ്കിൽ മതി. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ലോജിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു 4 ബിറ്റ്സ് ഉള്ള 4 വേർഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ലോജിക്കിനെ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം അങ്ങ് വരയ്ക്കുക. ഓക്കെ, പക്ഷേ എഴുതുമ്പോഴത്തേനും നിങ്ങൾ എഴുതുന്ന എക്സാമ്പിൾ എന്താണ്, നിങ്ങൾ എന്ത് വേർഡ്സാണ് അതിനകത്ത് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ കൂടി അതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സോ 5+5 ലോജിക്കിന് 5 മാർക്സും ദെൻ എക്സാമ്പിൾ വിത്ത് എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിളിന് 5 മാർക്ക്. സോ ഇത് ഏത് സ്ട്രക്ചർ, ഇപ്പോൾ NOR ആയിരുന്നാലും NAND ആയിരുന്നാലും OR ആയിരുന്നാലും ഈ ഒരു ജനറൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചേക്കുന്ന 8B പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ഓഫ് എ 3T DRAM സെൽ. ഓക്കെ, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയപ്പോഴത്തേനും ഡൈനാമിക് RAM സെൽ ആക്ച്വലി ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ട്രാൻസിസ്റ്റർ ഡൈനാമിക് RAM സെൽ അല്ലെങ്കിൽ DRAM സെല്ലിൻ്റെ ഓപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3T DRAM സെല്ലിൻ്റെ ഡയഗ്രാം സർക്യൂട്ട് ഡയഗ്രത്തിന് 4 മാർക്സ്. ദെൻ അതിൽ നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ലോജിക് ഹൈ കൊടുക്കും അല്ലെങ്കിൽ ഒരു റീഡ് ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ഏതൊക്കെ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, ഏതൊക്കെ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സിംപ്ലിഫൈഡ് സർക്യൂട്ട് ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാവും. സോ അതിന് റീഡ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 3 മാർക്ക്, റൈറ്റ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 3 മാർക്ക്.
ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ നോട്ടിൽ ഇതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് ഞാൻ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, തിയറി എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അതുപോലെ പഠിക്കുക. സർക്യൂട്ട് ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. റീഡിനും റൈറ്റിനും ഉള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ ട്രാൻസിസ്റ്റർ ആയിരിക്കും വർക്കിംഗ് എന്നുള്ളതൊക്കെ സ്പെസിഫൈ ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയാണ് 3T DRAM സെൽ. ദെൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ 16-bit ക്യാരി ബൈപാസ് ആഡർ. 16-bit ക്യാരി ബൈപാസ് ആഡർ ആൻഡ് റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ വേഴ്സ്റ്റ് കേസ് ഡിലേ. ഓക്കെ, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ 16-bit ക്യാരി ബൈപാസ് ആഡർ. അപ്പോൾ 16-bit ക്യാരി ബൈപാസ് ആഡർ, നമ്മളൊരു 16-bit സ്ട്രക്ചർ ഒന്നും ഒരിടത്തും പഠിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ലോജിക് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് പഠിച്ച ശേഷം അതിനെ 16-bit കോൺഫിഗറേഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് 16-bit ക്യാരി ബൈപാസ് ആഡറിൻ്റെ വർക്കിംഗ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് 16-bit ഓരോ ലോജിക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം സിമിലർ ബ്ലോക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരി ബൈപാസ് ആഡറിൻ്റെ നമ്മൾ മക്സ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സിംഗിൾ സ്റ്റേജ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിഗറും പ്ലസ് എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലോജിക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു 2 മാർക്സ് കിട്ടും. എന്നിട്ട് ആ 16-bit ക്യാരി ബൈപാസ് ലോജിക്കിൻ്റെ ഫുൾ ഡയഗ്രാം, ഫുൾ ഫിഗർ വരയ്ക്കുക. സോ അതിനാണ് 4 മാർക്സ് വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇന്നിഫെക്റ്റ് എന്താ, ക്യാരി ബൈപ്പാസിൻ്റെയും ദെൻ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 6 മാർക്സ് കിട്ടും. ദെൻ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ്, അതായത് നമ്മൾ ആ ലോജിക് ഡയഗ്രത്തിന് നമ്മൾ സിംഗിൾ സ്റ്റേജിൻ്റെ ഫിഗർ എക്സ്പ്ലനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിഗറിന് മാത്രം 2 മാർക്സ് കിട്ടും. വർക്കിംഗ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ബ്ലോക്കിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്, നമ്മൾ മക്സ് വെച്ചിട്ട് ബൈപ്പാസ് ചെയ്യുവാണെന്നുള്ള രീതിയിൽ ആ ഡീറ്റെയിൽ വർക്കിംഗ് കൊടുക്കുമ്പോൾ അതിന് എക്സ്ട്രാ 4 മാർക്സ് കിട്ടും. അപ്പോൾ ആക്ച്വലി ഈ 2+4 കമ്പൈൻ ചെയ്തായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. സിംഗിൾ സ്റ്റേജിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു 2 മാർക്സും ദെൻ അതിൻ്റെ വർക്കിംഗ് പറയുമ്പോഴത്തേനും 4 മാർക്സും. ഓക്കെ, അപ്പോൾ 4+6 എന്നാണ് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്നത് അതിൻ്റെ ഡിലേ ഇക്വേഷൻ. നമ്മൾ ബൈപ്പാസ് ആഡറിലൊക്കെ അതിൻ്റെ ഡിലേ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. സോ ആ ഡിലേ ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ 10 മാർക്സിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറുമുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് 60 CMOS SRAM സെൽ, ദെൻ ഓപ്പറേഷൻ ഓഫ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ. നമ്മൾ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ, 5+5 എന്നുള്ള ഇതിൽ ഡിലേ ഇക്വേഷൻസ് ഫിഗർ എക്സ്പ്ലനേഷനിൽ മാർക്ക് ഉണ്ടാവും. ദെൻ പിന്നെ വരുന്നത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഫുൾ ആഡർ സർക്യൂട്ട് വിത്ത് 28 ട്രാൻസിസ്റ്റേഴ്സ്, ദെൻ FPGA ആർക്കിടെക്ചർ. ദെൻ പുതിയതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9A പാർട്ട്, അതായത് 1 ട്രാൻസിസ്റ്റർ DRAM സെല്ലിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ അതും 3 ട്രാൻസിസ്റ്റർ DRAM സെല്ല് പോലെ തന്നെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അതിൻ്റെ ഡയഗ്രത്തിനാണെങ്കിൽ 4 മാർക്സ്, ദെൻ അതിൻ്റെ റീഡ് ഓപ്പറേഷൻ 3 മാർക്ക്, ദെൻ റൈറ്റ് ഓപ്പറേഷന് 3 മാർക്ക്. ഓക്കെ, ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഇതിനകത്ത് ആ റാംസ് കാറ്റഗറിയിലുള്ളത്, അതായത് DRAM 2 എണ്ണം, 1T DRAM, 3T DRAM, ദെൻ പിന്നെ വരുന്ന 60 SRAM. ഓക്കെ, അപ്പോൾ ഇത് 3ഉം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9B പാർട്ട് എന്ന് പറയുന്നത് അറേ മൾട്ടിപ്ലയറിൻ്റെ ക്വസ്റ്റ്യൻ. അതായത് അറേ മൾട്ടിപ്ലയറിൻ്റെ ഓപ്പറേഷൻ എടുക്കുക, ദെൻ ഷോ ദ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ അതിനകത്തും അറേ മൾട്ടിപ്ലയറിൽ നമ്മൾ ഫിഗർ ഗ്രേ കളറിൽ ഷെയ്ഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആ ഷെയ്ഡഡ് പാത്താണ് ആക്ച്വലി എന്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് എസ്റ്റിമേറ്റ് ദ ഡിലേ ഓഫ് ദി മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അറേ മൾട്ടിപ്ലയർ 9B പാർട്ടിൽ അറേ മൾട്ടിപ്ലയറിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗ്രാമത്തിന് 4 മാർക്ക്, ദെൻ ആ മൾട്ടിപ്ലയറിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി അറേ മൾട്ടിപ്ലയറിൻ്റെ മാർക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളത് സ്കീം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് 4 മാർക്ക്. ദെൻ അറേ മൾട്ടിപ്ലയറുടെ ഇക്വേഷൻ എഴുതുന്നതിന് 2 മാർക്ക്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ക്രിട്ടിക്കൽ പാത്ത്, ഗ്രേ കളർ ഷെയ്ഡിങ്ങിലുള്ള പാത്ത് കൂടി മാർക്ക് ചെയ്ത് വരയ്ക്കണം.
ഓക്കെ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഡയഗ്രത്തിൽ 4 മാർക്സ് വരുന്നത്. ദെൻ എക്സ്പ്ലനേഷൻ 4 മാർക്സ്, അതായത് ഓരോ സ്റ്റേജിലും നമ്മുടെ ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതം എന്താണ്, എത്ര ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, എന്നിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു രണ്ട് പാർഷ്യൽ പ്രോഡക്റ്റിൻ്റെ ജനറേഷനും ഫൈനൽ റിസൾട്ടും മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതിൻ്റെ ഫൈനൽ ഡിലേ ഇക്വേഷൻ എഴുതുക. ദെൻ അതിന് 2 മാർക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ഇതുവരെ വന്നിട്ടുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണും 5 and 6 മോഡ്യൂൾസിൽ ഉറപ്പായിട്ടും കമ്പൾസറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എങ്ങനായിരിക്കും ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ജനറൽ സ്കീം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ അത് നോക്കിയിട്ട് ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുക. Okay, thank you.